ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ അടിത്തറയിളക്കാൻ ഇസ്രയേലിനും അമേരിക്കയ്ക്കും സാധിച്ചുവെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രസ്താവിച്ചു. 6 ആഴ്ചയിലേറെ നീണ്ടുനിന്ന യുദ്ധത്തിലൂടെ ഇറാനെതിരായ പോരാട്ടത്തിൽ നിർണായക നേട്ടങ്ങൾ കൈവരിക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞുവെന്നും അദ്ദേഹം പറയുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച 2 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തലിന് പിന്നാലെ നടത്തിയ ടെലിവിഷൻ പ്രസംഗത്തിലാണ് നെതന്യാഹു ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. വാഷിംഗ്ടണും ജെറുസലേമും തമ്മിലുള്ള ബന്ധം എന്നത്തേക്കാളും ശക്തമാണെന്നും വിയോജിപ്പുകൾ ഉണ്ടെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാൻ ഭരണകൂടത്തെ സാമ്പത്തികമായും സൈനികമായും തകർക്കാൻ കഴിഞ്ഞുവെന്നാണ് നെതന്യാഹുവിന്റെ പ്രധാന അവകാശവാദം. ഇറാന്റെ മിസൈൽ നിർമ്മാണ സംവിധാനങ്ങൾ തകർത്തതായും അവർക്ക് പുതിയ മിസൈലുകൾ നിർമ്മിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാന്റെ ആണവ പദ്ധതിക്ക് കനത്ത ആഘാതം സൃഷ്ടിക്കാൻ ഇസ്രായേലിന് സാധിച്ചു. ആണവ ശാസ്ത്രജ്ഞരെ വധിച്ചതും സെൻട്രിഫ്യൂജ് നിർമ്മാണശാലകൾ നശിപ്പിച്ചതും ഇതിന്റെ ഭാഗമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാന്റെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം മുഴുവൻ രാജ്യത്തിന് പുറത്തെത്തിക്കും. അത് ചർച്ചകളിലൂടെയോ അല്ലെങ്കിൽ വീണ്ടും യുദ്ധം ആരംഭിച്ചോ നടപ്പിലാക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇതിൽ അമേരിക്കയും ഇസ്രയേലും ഒരേ നിലപാടിലാണ് തുടരുന്നത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾക്കും ആയുധ നിർമ്മാണശാലകളും ഇസ്രായേൽ തകർത്തു കഴിഞ്ഞു. സ്റ്റീൽ പ്ലാന്റുകൾ, പെട്രോകെമിക്കൽ പ്ലാന്റുകൾ, പാലങ്ങൾ, റെയിൽവേ പാതകൾ എന്നിവ നശിപ്പിച്ചതിലൂടെ ഇറാന്റെ സൈനിക നീക്കങ്ങളെ തടയാൻ കഴിഞ്ഞുവെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അലി ഖമനയെ വധിക്കാൻ സാധിച്ചത് ഇസ്രായേലിന് വലിയ വിജയമാണെന്നും ശത്രുക്കൾ കൊളിക്കാൻ ഇടമില്ലെന്നും ഇതിലൂടെ തെളിയിക്കപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു.